മലബാർ മേഖല എന്തായാലും ശക്തമായ തെരഞ്ഞെടുപ്പിനെ തന്നെയാണ് നേരിടുന്നത്. എന്തായാലും രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറി വരുന്ന ഒരു അട്ടിമറി വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ മുന്നണികളും. എന്തായാലും അതോടൊപ്പം ഇന്ന് നിശബ്ദ പ്രചരണമാണ്. പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയായിരിക്കും എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുക. അതോടൊപ്പം ഉദ്യോഗസ്ഥർക്കും ഇന്ന് തിരക്കുള്ള ഒരു ദിവസം തന്നെയാണ്. കാരണം വോട്ടിംഗ് സാമഗ്രികളൊക്കെ അതാത് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ തിരക്കിലാണ് ഉദ്യോഗസ്ഥർ. എല്ലാ ക്രമീകരണങ്ങളും നന്നായി തന്നെ പോകുന്ന കാഴ്ചയല്ലേ കാണാൻ സാധിക്കുന്നത്. രോഹിണി പറഞ്ഞതുപോലെ തന്നെയാണ് മലബാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുമെന്ന സാധ്യതകളും വിലയിരുത്തലുകളുമൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരും മറ്റു മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വോട്ടുകൾ ഏത് പാർട്ടിക്ക് കേന്ദ്രീകരിക്കും എന്ന് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് ജനങ്ങളുടെ മനസ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വിലയിരുത്തലുകളിലാണ് രാഷ്ട്രീയ ലോകമൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെയുള്ള കൊട്ടിക്കലാശത്തിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമായിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന കൊട്ടിക്കലാശങ്ങളിൽ മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി നടന്ന പരിപാടികളിൽ വലിയ രീതിയിലുള്ള നൂറുകണക്കിനായ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ എല്ലായിടത്തും നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യത്തിൽ തന്നെ ഈ മലബാർ ക്രിസ്ത്യൻ കോളേജ് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ വോട്ടെടുപ്പിനുള്ള സാമഗ്രികളുടെ വിതരണങ്ങളൊക്കെ നടക്കുന്നത്. ഈ ജില്ലയിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഇത്തരത്തിലുള്ള 13 കേന്ദ്രങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 13 കേന്ദ്രങ്ങളിൽ നിന്നാണ് വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള VVPAT വോട്ടിംഗ് സാമഗ്രികൾ മറ്റു സാമഗ്രികൾ ഒക്കെ വിതരണം ചെയ്യുന്നത്. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ 16ഓളം കൗണ്ടറുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 16ഓളം കൗണ്ടറുകളിൽ നിന്ന് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാധനങ്ങളുടെ വിതരണങ്ങളായിരിക്കും നടക്കുക. രാവിലെ 6 മണിയോടുകൂടി തന്നെ ഈ പോളിംഗ് സാധനങ്ങൾ വിതരണം ചെയ്യേണ്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വരികയും അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഓരോ കൗണ്ടറിന് മുമ്പിലും വിതരണം ചെയ്യേണ്ട പോളിംഗ് സ്റ്റേഷനുകളുടെ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പോളിംഗ് സ്റ്റേഷന്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ ആ കൗണ്ടറിന് മുമ്പിലെത്തി സാധനങ്ങൾ കളക്ട് ചെയ്യുക, പിന്നീട് അവർക്ക് തന്നെ നിയോഗിച്ചിട്ടുള്ള വാഹനങ്ങളിൽ കയറുക, അവരുടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ വരുന്നത് മുതൽ പോകുന്നത് വരെയുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേക സംവിധാനങ്ങളുണ്ട്. CCTV ക്യാമറകളുണ്ട്. ജില്ലയിലെ മുഴുവൻ കേന്ദ്രങ്ങളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങളുണ്ട്. ഒരാൾ വോട്ട് ചെയ്യാൻ കയറുന്നത് മുതൽ വോട്ട് ചെയ്ത് ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേക വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ലോക്സഭയിൽ 7 നിയോജക മണ്ഡലങ്ങളാണ് ഈ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ വടകര ലോക്സഭാ മണ്ഡലത്തിലെ 5 നിയോജക മണ്ഡലങ്ങളും വയനാട് അസംബ്ലി ലോക്സഭാ മണ്ഡലത്തിലെ 1 നിയോജക മണ്ഡലവും ഉൾപ്പെടുന്നതാണ് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത്. ഇവിടേക്ക് മുഴുവനുള്ള സാമഗ്രികളുടെ വിതരണം 13 കേന്ദ്രങ്ങളായിട്ട് രാവിലെ 8 മണി മുതൽ തന്നെ ആരംഭിക്കും. ഈ സാധനം വിതരണം ചെയ്യുന്നത് മുതൽ അവിടെ പോളിംഗ് സ്റ്റേഷനുകൾ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയുള്ള സേനകൾ ഫോളോ ചെയ്യുന്നുണ്ടാവും, പിന്തുടരുന്നുണ്ടാവും. അവരുടെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നടക്കുക. രാവിലെ 6 മണിയോട് കൂടിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. 28 ലക്ഷത്തിലധികം വോട്ടർമാരാണ് കോഴിക്കോട് ജില്ലയിൽ നാളെ സമ്മതിദാനാവകാശം ചെയ്യാനായി തയ്യാറെടുത്തിരിക്കുന്നത്. 14 ലക്ഷത്തിലധികം ആളുകൾ വടകര ലോക്സഭാ മണ്ഡലത്തിലും 14 ലക്ഷത്തിലധികം ആളുകൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ട്. ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണവും തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളുമൊക്കെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇലക്ഷൻ കമ്മീഷണറും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ അതിനെ വളരെ വിപുലമായി ജനാധിപത്യത്തിന്റെ ഈ മഹത്തായ മഹോത്സവത്തെ യാതൊരു കുറവും വരുത്താതെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഏകദേശം 141ഓളം പ്രശ്നബാധിത ബൂത്തുകൾ കൂടി ഈ കോഴിക്കോട് ജില്ലയിലുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ 120 പ്രശ്നബാധിത ബൂത്തുകൾ വടകര ലോക്സഭാ മണ്ഡലത്തിലും 21 പ്രശ്നബാധിത ബൂത്തുകൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലുമാണ്. ഇവിടെ പോലീസിന് പുറമെ പ്രത്യേകമായിട്ടുള്ള 8 വണ്ടി CAPF ഉദ്യോഗസ്ഥരുടെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഇതിനെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങളുണ്ട്. ഈ രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കൗണ്ടറുകളിലേക്ക് വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർ 8 മണിയോടുകൂടി മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ എങ്കിലും വിതരണം ചെയ്യേണ്ട സാമഗ്രികളൊക്കെ തയ്യാറാക്കി വെക്കുക, എടുത്തു വെക്കുക പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നടന്നു വരുന്നത്. 2000-ലധികം വരുന്ന പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാധനങ്ങളായിരിക്കും ഇത്തരത്തിൽ
13ഓളം കേന്ദ്രങ്ങളിൽ നിന്ന് വിതരണം ചെയ്യുക. വിപുലമായ സജ്ജീകരണങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വാഹനങ്ങളൊക്കെ ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള വാഹനങ്ങളൊക്കെ ഇതിന് മുമ്പിലുള്ള മുസ്ലിം കോളേജിന് ഗ്രൗണ്ടിന് മുമ്പിലുള്ള ഗ്രൗണ്ടിൽ തയ്യാറായി കഴിഞ്ഞു. ഈ ആളുകൾ VVPAT ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുന്നു. വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ കൈവശപ്പെടുത്തിയതിനു ശേഷം പിന്നീട് പോകുന്നത് പോലീസിന്റെയും റൂട്ട് ഓഫീസറുടെയും അകമ്പടിയോടെ ആയിരിക്കും. അവർ ഇവരെ പോളിംഗ് സ്റ്റേഷൻ വരെ പിന്തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ തരത്തിൽ വളരെ വിപുലമായ സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു പോകുന്നു. 8 മണിയോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള വിതരണം തുടങ്ങും എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു കൗണ്ടറിൽ നിന്ന് 8 മുതൽ 10 വരെ ബൂത്തുകളിലേക്കുള്ള സാധന സാമഗ്രികളായിരിക്കും വിതരണം ചെയ്യുക. തഹസീൽദാരുടെയും അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുടെയും നേതൃത്വത്തിലായിരിക്കും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെയും നേതൃത്വത്തിലായിരിക്കും ഈ പോളിംഗ് VVPATകളുടെയും പോളിംഗ് ബാലറ്റ് ബോക്സുകളുടെയും വിതരണം നടക്കുക. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. 6 മണിയോടുകൂടി തന്നെ അവരെല്ലാവരും വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നല്ല ക്രമീകരണം. അതേ സാഹചര്യത്തിൽ തന്നെ മുന്നണി സ്ഥാനാർത്ഥികളും നേതൃത്വവും ഇന്ന് നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുന്നു. എല്ലാ ആളുകളും ഇത്തരത്തിൽ വീടുകൾ കയറുകയും അവസാനവട്ട വോട്ടെടുപ്പ് അല്ലെങ്കിൽ വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും രാവിലെ 7 മണിയോട് കൂടിയിട്ട് വിവിധ മുന്നണികളുടെയും NDAയുടെയും LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നാളെ ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. ആ സമയത്ത് പരമാവധി വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇനിയുള്ള ഓരോ നിമിഷത്തെയും എങ്ങനെ ഉപയോഗിക്കാം എന്ന ഒരു തയ്യാറെടുപ്പിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആലോചനയിലും പ്രവർത്തനത്തിലുമാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലേക്കും കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ 6 മണിയോടുകൂടി ഇവർ ആരംഭിക്കുന്ന ഡ്യൂട്ടി നാളെ വൈകിട്ട് 6 മണിയോടുകൂടി വോട്ടുകളൊക്കെ പെട്ടിയിലാക്കി തിരികെ ഇതേ കേന്ദ്രത്തിലേക്കാണ്, കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അവിടെ നിന്നുള്ള ആ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലുള്ള വോട്ടുകളൊക്കെ പെട്ടിയിലാക്കി ഇവിടെ തന്നെ കൊണ്ട് തിരികെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് മടങ്ങാൻ വേണ്ടി സാധിക്കുള്ളൂ. രാജ്യത്ത് 2ാം ഘട്ട തിരഞ്ഞെടുപ്പ് നാളെ നടക്കുമ്പോൾ ശരി ഗോകുൽ, വളരെ ആവേശകരമായ തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണമാണ് ഇന്ന്.